ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും സ്കിൽ റൈനോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ടോപ്പിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പ് എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക, തീർച്ചയായും മിസ്സാക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനാണ് മുമ്പുള്ള ഓരോ ക്ലാസ്സുകളും കണ്ടു തീർക്കുക. അപ്പോൾ മിസ്സാക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേരള ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേരള ഭൂപ്രകൃതി. അതിൽ തന്നെ എന്തറിയണം? മലനാട്, ഇടനാട്, അങ്ങനെ മൂന്നെണ്ണമായിട്ടാണ്, അല്ലെ 3 വിഭാഗമായിട്ടാണ് നമ്മുടെ ഭൂപ്രകൃതി ഉള്ളത്. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പൊ കേരള ഭൂപ്രകൃതിയിലെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയിലെ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? മലനാടാണ്. ഏറ്റവും കുറവുള്ളത് ഏതാണ്? തീരപ്രദേശമാണ്, അല്ലേ? ഇനി ഞാൻ ഏകദേശം ഒരു ഐഡിയ തരാം. ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ തരാം. ഓക്കെ, ഇത് 7.5, ഇത് 75. ഓക്കെ, 75 മീറ്റർ. 75 മീറ്റർ. ഇതിൽ ഈ 7.5 മീറ്ററിൽ താഴെ ഉള്ളതാണ് തീരപ്രദേശം, അല്ലേ? 7.5 മീറ്ററിൽ താഴെ കാണപ്പെടുന്നത് ഇതാണ് തീരപ്രദേശം. ഓക്കെ, തീരപ്രദേശം ഇതാണ്. ഇനി ഇതിൽ നടുവിൽ കാണുന്നത് എന്താണ്? അതായത് 7.5നും 75 മീറ്ററിനും ഇടയിലാണെങ്കിൽ, അതിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ ഇടയിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? ഇടനാടാണ്. ഇടനാടാണ്. ഓക്കെ, മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇനി മലനാടാണെങ്കിലോ 75 മീറ്ററിന് മുകളിലായി കാണപ്പെടുന്നതാണ് മലനാട്. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ ആയി. അപ്പൊ കേരള ഭൂപ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? മലനാടാണ്, അല്ലേ? മലനാടാണ്. നമ്മുടെ കേരളം മലകൾ ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്, അല്ലേ? നമ്മുടെ കേരളം കൂടുതൽ മലകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്, നമുക്കറിയാം. ഓക്കെ, അപ്പൊ മലനാട് കൂടുതലാണെന്ന് അങ്ങനെ ഓർത്തു വെക്കുക. അപ്പൊ 75 മീറ്ററിന് മുകളിലാണെങ്കിൽ അതാണ് മലനാട്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് ഇടനാട്. ഇടയിലാണ് ഇടനാട്. ഇടയിൽ നമ്മൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ഇടനാടായത്. ഇനി തീരപ്രദേശമാണെങ്കിലോ 7.5 മീറ്ററിൽ താഴെ, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിൽ താഴെ ആയി കാണപ്പെടുന്നതാണ് ഏത്? തീരപ്രദേശം. ഓക്കെ, തീരപ്രദേശം. അപ്പൊ അതുവരെ പഠിച്ചു വെക്കുക. അപ്പൊ മലനാട് എത്ര ശതമാനം ഉണ്ട്? ഇത് ന്യൂ എസിആർടിയിലും ഇങ്ങനെ തന്നെ ഇതിൽ അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അതിപ്പോൾ നോക്കണ്ട. തൽക്കാലം ന്യൂ എസിആർടിയിൽ ചെക്ക് ചെയ്തപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ മലനാട് 48%, പിന്നെ ഇടനാട് 42%. ബാക്കി എത്ര ഇനി വരുന്നുള്ളൂ? 48ഉം 42ഉം 90ആയി. പിന്നെ ബാക്കി വരുന്നത് 10% ഉള്ളൂ. 10%മാണ് തീരപ്രദേശം. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതിയിലെ ഏറ്റവും കുറവ് 10%ആയിട്ട് തീരപ്രദേശം, ഏറ്റവും കൂടുതൽ 48%ആയിട്ട് ഏതാണ്? മലനാട്. അപ്പൊ മലനാട്, ഇടനാട്, തീരപ്രദേശം. ക്ലിയർ അല്ലേ? മലനാട്, ഇടനാട്, തീരപ്രദേശം. മുൻപ് കണക്കുകൾ ഏകദേശം ക്ലിയർ ആണ്. എത്ര ശതമാനമുണ്ട്, എത്ര മുകളിലുള്ളതാണ് മലനാട്, ഇതിനിടയിലുള്ളത് എത്ര വരെ, അതായത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ളതാണ് ഇടനാട്. 7.5 മീറ്ററിൽ താഴെ അതിനെന്ത് പറയും? 7.5 മീറ്ററിൽ താഴെയാണെങ്കിൽ അത് തീരപ്രദേശമാണ്. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ മലനാട് കിട്ടി, ഇടനാട് കിട്ടി, തീരപ്രദേശം കിട്ടി. ഒരു വട്ടം കൂടെ എൻ്റെ കൂടെ എന്ന് പറയോ, എത്ര ശതമാനമാണ് മലനാട്? ചോദ്യം വരും. ഇതിൽ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡിയായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവനയായി ചോദിക്കും. ചോദ്യം വന്നിട്ടുണ്ട്, ഇനിയും വരും, ഇനിയും പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പൊ മലനാട് എത്രയാണ്? 48%. ഓക്കെ, 48%. ചിലപ്പോൾ ഇങ്ങനെയൊന്നും ചോദ്യം വരില്ല. താഴെ അല്ലെങ്കിൽ കേരളത്തിലെ ഭൂപ്രകൃതിയിൽ മലനാട് എത്ര ശതമാനമാണ്, ഇങ്ങനെയൊന്നും ചോദ്യം വരാൻ ചാൻസ് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരാൻ പറ്റിയ സംഭവമാണിത്. മലനാട് 42% എന്ന് കൊടുക്കുകയാണ്. അത് തെറ്റാണ്. കാരണം 42 ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൻസർ ചെയ്ത് 42 നമ്മൾ പഠിച്ചത് എന്താണ്? ഇടനാടാണ്. ഓക്കെ, അപ്പൊ മലനാട് 48%ആണെന്ന് ഫിക്സഡ് ആക്കി തന്നെ പഠിക്കുക, പെർഫെക്റ്റ് ആയി തന്നെ പഠിക്കുക. 42 ഇടനാടാണെന്നും 10% തീരപ്രദേശമാണെന്നും പഠിക്കുക. 7.5ൽ താഴെ ഉള്ളതാണെങ്കിൽ ഏതാണ്? തീരപ്രദേശം. തീരപ്രദേശമാണ്. പിന്നെ 7.5 മീറ്ററിന് മുകളിൽ, അതായത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് ഏത്? ഇടനാട്. ഇടയിലാണ് ഇടനാട്, അത് കിട്ടും. ഇടയിലാണ് ഇടനാട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 75 മീറ്ററിന് മുകളിൽ ഏതാണ്? അത് മലനാട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏകദേശം ഒരു അളവ് കിട്ടി. എത്ര ശതമാനമാണ് മലനാട്? കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ളത് മലനാടാണ്. മലനാട് 48% ഉണ്ട്. ഇടനാട് എത്രയാണ്? 42%. ഇടനാട് എത്രയാണ്? 42%. തീരപ്രദേശം 10%. ഇത്ര കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ബാക്കിയൊക്കെ നമുക്കൊരു ഐഡിയ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഈ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത. ആദ്യം ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം.
നമുക്ക് മലനാടിനെ കുറിച്ച് നോക്കാം. മലനാട് നമ്മൾ പറഞ്ഞു സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് പറയപ്പെടുന്നു. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിന് മുകളിലാണെങ്കിൽ അത് പിന്നെ എന്തായി, പിന്നെ അങ്ങോട്ട് മലനാടായി. ഈ 75 മീറ്ററിൽ താഴെ 7.5 മീറ്റർ വരെയും ഇടനാടാണ്. ഈ 7.5 മീറ്ററിലും താഴെയാണ് തീരപ്രദേശം. ശരാശരി എത്രയാണ്? 900 മീറ്ററാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. 900 മീറ്ററാണ് ശരാശരി ഉയരം. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് അല്ലേ, കിഴക്ക് ഭാഗത്താണ്. നമുക്കറിയാം കിഴക്ക് ഭാഗത്താണ് മലനാട് വരുന്നത്. കിഴക്ക് ഭാഗത്താണ് മലനാട് വരുന്നത്. ഈ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? പടിഞ്ഞാറ് അറബിക്കടലാണ്. നമുക്കൊക്കെ അറിയാം അല്ലേ, പടിഞ്ഞാറ് അറബിക്കടലാണ്. അപ്പൊ കിഴക്ക് ഭാഗത്താണ് എന്ത്? മലനാട്, അതായത് പശ്ചിമഘട്ടം വരുന്നത്. പശ്ചിമഘട്ടം മലനാടാണ്, അറിയാലോ. പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുമ്പോൾ അത് മലനാടല്ല, തീരപ്രദേശം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ്? പശ്ചിമഘട്ടം മലനാടാണ്. അതായത് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായി എന്ത് സ്ഥിതി ചെയ്യുന്നു? കിഴക്ക് ഭാഗത്തായിട്ടാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി. ഇതൊക്കെ ബേസിക് ആണ്. അതായത് 7.5 മീറ്ററിന് മുകളിലുള്ളത് 75 മീറ്ററിന് മുകളിലുള്ള ഈ കുന്നുകളെ പർവ്വതങ്ങൾ എന്ന് പറയാൻ നമ്മൾ പ്രത്യേകം പഠിക്കൊന്നും വേണ്ട. ഓക്കെ, ചെറുപ്പം തൊട്ട് അറിയുന്ന കാര്യമാണ്. പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി. കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അപ്പൊ മലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അതായത് മലനാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ 44 നദികൾ അല്ലെ. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ്? 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പിന്നെ ലാസ്റ്റ് പാമ്പാർ. ഇത് നമ്മൾ ഓർഡറിൽ തന്നെയാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. കബനി ഏറ്റവും വലുതാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് കബനി. ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാറാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 44 നദികളാണെന്ന് നമുക്കറിയാം. ഈ നദികളിൽ, അതായത് കേരളത്തിലെ 44 നദികളിൽ ഏറ്റവും വലിയ നദി ഏതാ? ഏറ്റവും വലിയ നദി ഒന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും വലുത് എന്നതിന് നമ്മൾ തമിഴിൽ എന്ത് പറയും? പെരിയത് എന്ന് പറയും അല്ലേ, പെരിയത്. അപ്പോൾ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. ഓക്കെ, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ അല്ലേ. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും ശങ്കരാചാര്യർ പൂർണ്ണ എന്നൊക്കെ വിശേഷിപ്പിച്ച നദിയാണ് പെരിയാർ അല്ലേ. പിന്നെ ഭാരതപ്പുഴ, നിള, പേരാർ, പൊന്നാനിപ്പുഴ, ശോകനാശിനി പുഴ, അതുപോലെ തന്നെ കേരളത്തിന്റെ നൈൽ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ അല്ലേ. നിള നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിളയുടെ കഥാകാരൻ നമ്മൾ പഠിച്ചതാണ്. ജ്ഞാനപീഠത്തിന്റെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായരാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മലനാട് ആണ്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വരികയാണ്. കേരളത്തിലെ ഭൂരിഭാഗം നദികളും ഉത്ഭവിക്കുന്നത് ഇടനാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അതെന്താണ്? തെറ്റാണ്. മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ആലോചിച്ചാൽ മതി. അപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം നദികൾ അല്ലെങ്കിൽ മുഴുവൻ നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലനാട്ടിൽ നിന്നാണ്. ഓക്കെ, അതുവരെ ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്തത് നോക്കാം. ഭൂരിഭാഗവും വനങ്ങൾ, അതായത് മലനാട് പറയുമ്പോൾ ഭൂരിഭാഗവും എന്താണ്? വനങ്ങളാണ്. എന്തൊക്കെയാണ് മലനാട്ടിൽ? നമ്മൾ മണ്ണിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേയില, കാപ്പി, റബ്ബർ അല്ലേ. തേയില, കാപ്പി, റബ്ബർ അല്ല, തേയില, കാപ്പി നമ്മൾ പറഞ്ഞായിരുന്നു. ഈ റബ്ബർ നമ്മൾ എന്തിനെ കുറിച്ച്, മണ്ണിൽ ഏത് മണ്ണിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ റബ്ബർ പറഞ്ഞത്? നമ്മുടെ ചെങ്കൽ മണ്ണിനെ കുറിച്ച് പറയുമ്പോഴാണ് അല്ലേ. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ. അപ്പോൾ തേയില, കാപ്പി, റബ്ബർ, ഏലം തുടങ്ങിയവ എവിടെയാണ് കൃഷി ചെയ്യുന്നത്? നമുക്കറിയാം, അത് മലനാട്ടിലാണ് അല്ലേ. തേയില, കാപ്പി ഒക്കെ നമ്മൾ കാണുന്നത് എവിടെയാണ്? മലനാട്ടിലാണ്. കേരളത്തിന്റെ മലനാട് ഭൂപ്രദേശ ഭാഗമായി വരുന്ന മലനിരകൾ നമ്മൾ പറഞ്ഞു അല്ലെ. പശ്ചിമഘട്ടം അഥവാ കേരളത്തിൽ എന്തറിയപ്പെടുന്നു? സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ പശ്ചിമഘട്ടം അറിയപ്പെടുന്നതാണ് സഹ്യപർവ്വതം. ഓക്കെ, ഈ പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണെന്ന് അറിയോ? പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് ഊട്ടി. പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഊട്ടിയാണെങ്കിൽ പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? നീലക്കുറിഞ്ഞി. ഓക്കെ, നീലക്കുറിഞ്ഞിയാണ് പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സസ്യം. ഈ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം ചോദിക്കും. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. ഓക്കെ, അപ്പൊ പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നാണ്. സഹ്യന്റെ മകൻ എന്ന
കൃതി രചിച്ചതാരാണ്? സഹ്യന്റെ മകൻ ആരുടേതാണ്? അത് വൈലോപ്പിള്ളിയുടേതാണ് കേട്ടോ, വൈലോപ്പിള്ളി. ഓക്കെ, വൈലോപ്പിള്ളി. ഓക്കെ, സഹ്യന്റെ മകൻ വൈലോപ്പിള്ളി. അപ്പൊ പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, കേരളത്തിന്റെ മലനാട് ഭൂപ്രദേശ ഭാഗമായി വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. ഞാൻ പറഞ്ഞു കിഴക്ക് ഭാഗത്തായിട്ടാണ് പശ്ചിമഘട്ടം എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കിഴക്ക് ഭാഗത്താണ് മലനാട് കൂടുതലായിട്ടുള്ളതെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ആനമുടി. ഈ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് അല്ലേ ആനമുടി. നമുക്ക് പഠിക്കാണ്ട് കൂടുതൽ ചോദ്യം വരുന്നൊരു സാധനം കൂടെയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പശ്ചിമഘട്ടം അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലേ, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ ചോദ്യം വരുന്നത് ഏതാണ്? ആനമുടിയാണ്. ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്ത് ദേവികുളം താലൂക്കാണ്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഏത് ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം അല്ലെ, ഇരവികുളം. വരയാടുകളെ സംരക്ഷിക്കുന്ന ഇരവികുളം. വരയാട് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് അല്ലെ, തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. അപ്പൊ പഠിച്ചു വെക്കുക കേട്ടോ, വരയാട്. ഓക്കെ, ഇരവികുളത്താണ് വര അങ്ങനെ കണക്ട് ചെയ്തൂടെ. ഇരവികുളത്താണ് വരയാടുകളെ സംരക്ഷിക്കുന്നത്. ഇരവികുളത്താണ് വരയാടുകളെ സംരക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കിട്ടുമല്ലോ. സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് പഠിക്കണം. ദേവികുളം താലൂക്കിലാണ്. ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്കിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ആനമുടി സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. പിന്നെ ഉപദ്വീപീയ പീഠഭൂമിയിൽ അങ്ങനെയും ചോദ്യം വരാറുണ്ട് അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി അല്ലെ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് അത് പഠിച്ചു വെക്കുക, ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെ, അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കിട്ടിയല്ലോ. ഏതാണ്? ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രം ചോദിച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്തുപോലും വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയിലാണ് കേട്ടോ, ഇടുക്കി ജില്ലയിലാണ്. ജില്ല മാത്രം ഒന്ന് പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല, ബാക്കി പഠിക്കരുത് എന്നല്ല കേട്ടോ, ജില്ല മാത്രമെങ്കിലും എന്തായാലും അറിഞ്ഞിരിക്കണം. ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ എവിടെയാണ്? ദേവികുളം താലൂക്കിലാണ്. ഏതു ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുവരെ ക്ലിയർ ആണ്. അടുത്തത് നോക്കാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇടനാട്. ഞാൻ പറഞ്ഞു മലനാട് പറയുമ്പോൾ 75 മീറ്ററിന് മുകളിലാണ്. ഇവിടെ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലായിട്ടാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നു. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലായിട്ടാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. ചെറുകുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധം. ചെറുകുന്നുകൾ അതായത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ എന്ന് പറയുമ്പോൾ വലിയ വലിയ ഭീകര മലകളൊന്നും ഉണ്ടാവില്ല. എന്താണ്? ചെറുകുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമാണ് ഇടനാട്. മനസ്സിലാക്കി വെച്ചാൽ മതി. കിഴക്കേ അതിരെന്താണ്? അതായത് ഈ ഇടനാടിന്റെ കിഴക്കേ അതിരാണ് മലനാട്. ഇടനാടിന്റെ കിഴക്കേ അതിര് മലനാടും പടിഞ്ഞാറ് എന്താണ്? തീരപ്രദേശവുമാണ്. പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. നമ്മൾ മണ്ണുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണാണ് കേട്ടോ, ചെമ്മണ്ണല്ല. ചെമ്മണ്ണ് ശ്രദ്ധിക്കണം, അത് റെഡ് സോയിലാണ്. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്നത് അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും ഇതിൽ കാണപ്പെടുന്ന, അതായത് ഇടനാട്ടിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനം എന്ന് ചോദിച്ചാലും ഏതാണ്? ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്. ഈ ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ലാറ്ററൈസേഷൻ. പിന്നെ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മണ്ണ് വർഷം. നമ്മൾ പഠിച്ചതായിരുന്നു 2015 മണ്ണ് വർഷം. മണ്ണ് ദിനം നമ്മൾ പഠിച്ചതായിരുന്നു December 5 മണ്ണ് ദിനം. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മണ്ണ് വർഷം 2015, മണ്ണ് ദിനം December 5 നമ്മൾ പഠിച്ചു. മണ്ണിനെ കുറിച്ചുള്ള പഠനം അല്ലേ. മണ്ണിൽ കളിച്ച് ആദ്യം പെട കിട്ടുക, നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും എന്നാലോചിച്ചാൽ എന്ത് കണക്ട് ചെയ്യുക? പെഡോളജിനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. പിന്നെ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണ് ജനിക്കാണ്. അപ്പൊ പെഡോജെനിസിസ്. ഓക്കെ, പെഡോജെനിസിസ് കണക്ട് ചെയ്യാലോ. പെഡോജെനിസിസ് ആണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. ഓക്കെ, റബ്ബർ, തെങ്ങ്, കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, ഗ്രാമ്പു, മരച്ചീനി, നെല്ല്, വാഴ എന്നിവ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ്? ഇടനാട്ടിലാണ്. റബ്ബർ, തെങ്ങ്, കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, ഗ്രാമ്പു, മരച്ചീനി, നെല്ല്, വാഴ എന്നിവ ഇടനാട്ടിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. തീരപ്രദേശം. ഓക്കെ, തീരപ്രദേശം നമുക്ക് നോക്കാം.
തീരപ്രദേശം നമ്മൾ പറഞ്ഞു 7.5 മീറ്ററിൽ താഴെ വരുന്നതാണ് തീരപ്രദേശം. അതുകൊണ്ടാണല്ലോ അതിന് തീരപ്രദേശം എന്ന് പറയുന്നത്. അത്രയും താഴെയാണ്, അതാണ് തീരപ്രദേശം. കേരളത്തിന്റെ തീരപ്രദേശ ദൈർഘ്യം, അതായത് കടൽ തീര ദൈർഘ്യം എത്രയാണ്? 590 കിലോമീറ്റർ ആണ്. 590. ഇതിലും ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ സെൻസസ് പ്രകാരം മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കണ്ട, ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇത് തന്നെ പഠിക്കാം. അതായത് അപ്ഡേഷൻ ഒന്നും വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ ഒന്ന് പഠിച്ചു പോവുക. അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ക്ലാസ് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഇപ്പോൾ ഇത് തന്നെ ഒന്ന് പഠിച്ചു പോവുക. 590 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തീരപ്രദേശ ദൈർഘ്യം. ഇതിൽ പലർക്കും ഡൗട്ട് വരുന്ന ഒരു സാധനമാണ് തെക്ക് വടക്ക് ദൈർഘ്യം. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൈർഘ്യം ചോദിക്കും, അതുപോലെ തന്നെ തീരപ്രദേശ ദൈർഘ്യം ചോദിക്കും. ഓക്കെ, അപ്പൊ തീരപ്രദേശ ദൈർഘ്യം 590 കിലോമീറ്റർ ആണ്. 590 എന്താണ്? തീരപ്രദേശ ദൈർഘ്യമാണ്. പിന്നെ എന്താണ് ഡൗട്ട് വരുന്നത്? തെക്ക് വടക്ക് ദൈർഘ്യം അത് എത്രയാണ്? 580 ആണ്. 580 കിലോമീറ്റർ ആണ്. അപ്പൊ കണക്ട് ചെയ്യാലോ. ഓക്കെ, 580 എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ പറയും, അതായത് തെക്ക് ഒരാൾ ജോലി ഇല്ലാതെ തെക്ക് വടക്ക് നടക്കുക എന്നൊക്കെ പറയില്ലേ? എത്ര കൊല്ലമായി? 5-8 കൊല്ലമായിട്ട് അല്ലേ? 5-8 അങ്ങനെ കണക്ട് ചെയ്യുക. 5-8 കൊല്ലമായി അവൻ തെക്ക് വടക്ക് നടക്കുകയാണ്. അങ്ങനെ കണക്ട് ചെയ്തൂടെ? അപ്പൊ തെക്ക് വടക്ക് ദൈർഘ്യമാണ് 580 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ കേരളത്തിന്റെ തീരപ്രദേശ ദൈർഘ്യം 590. മറ്റേതൊന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ കേരളത്തിന്റെ കടൽ തീരമുള്ള ജില്ലകൾ, കേരളത്തിൽ എത്ര ജില്ലകളിലാണ്? എത്ര എണ്ണത്തിൽ ഇല്ല? 5 ജില്ലകളിലാണ് ഇല്ലാത്തത്. അപ്പോൾ 14 ജില്ലകളിൽ നിന്ന് 5 കുറച്ച് എത്രയാണ്? 9 ആണ് അല്ലേ? 9 ജില്ലകളിലാണ് കേരളത്തിൽ കടൽ തീരം ഉള്ളത്. കേരളത്തിലെ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണമാണ് 9. 9 ജില്ലകളിലാണ് കേരളത്തിൽ കടൽ തീരം ഉള്ളത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഏറ്റവും കുറവ് കൊല്ലം. ഏറ്റവും കൂടുതൽ എവിടെയെന്ന് വെച്ചാൽ കണ്ണൂരും, ഏറ്റവും കുറവ് കൊല്ലവുമാണ്. ഇതിൽ പറയുന്നത് കടൽ തീരം ഉണ്ട്, പക്ഷേ കൂടുതലാണ്, കുറവാണ്, അങ്ങനെയാണ് പറയുന്നത്. അത് അല്ലാതെ ഇല്ലാത്തതിനെ പറ്റിയിട്ടല്ല ഇവിടെ പറയുന്നത്. ഇല്ലാത്തത് നമുക്ക് വേറെ പഠിക്കാണ്ട്. പത്തനംതിട്ട, പാലക്കാട്, വയനാട്, ഇടുക്കി, കോട്ടയൊക്കെ നമുക്ക് പഠിക്കാണ്ട്. ഇതെന്താണ്? ഉള്ളതിൽ, അതായത് കടൽ തീരം അവിടെ ഉണ്ട്, പക്ഷെ അതെന്താണ്? കുറവാണ്. അങ്ങനെയാണ് പഠിക്കുന്നത്. പലർക്കും കൺഫ്യൂഷൻ വരുന്നുണ്ട്. പലരും മുമ്പ് നമ്മൾ പലർക്കും കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് പത്തനംതിട്ടയല്ലേ എന്നൊക്കെ ചോദ്യം ചോദിക്കുന്നത്. പത്തനംതിട്ടയിൽ എന്താണ്? ഇല്ല, കടൽ തീരം ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡൗട്ട് വരരുത്, വരാതിരിക്കാനാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? കണ്ണൂരും, ഏറ്റവും കുറവ് കൊല്ലം. കടൽ തീരമില്ലാത്ത ജില്ലകൾ 5 എണ്ണമാണ്. 5 ജില്ലകൾ. ഈ 5 ജില്ലകൾ പഠിക്കണം. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളിൽ പെടാത്തത് ഏത്? അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ കടൽ തീരമുള്ള ഒരു ജില്ല ഏത് എന്നൊക്കെ ചോദ്യം വരും. അപ്പോൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഓക്കെ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്. പത്തനംതിട്ട, പാലക്കാട്, കോട്ടയം, ഇടുക്കി, വയനാട്. പത്തനംതിട്ട, പാലക്കാട് 2 പാപ്പ വെച്ച് കണക്ട് ചെയ്തോ. അപ്പോൾ പത്തനംതിട്ട, പാലക്കാട്, കോട്ടയം, ഇടുക്കി, വയനാട്. പത്തനംതിട്ട, പാലക്കാട്, കോട്ടയം, ഇടുക്കി, വയനാട്. പത്തനംതിട്ട, പാലക്കാട്, കോട്ടയം, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിൽ എന്തില്ല? കടൽ തീരം ഇല്ല. നെല്ല്, തെങ്ങ് എന്നിവ പ്രധാനമായും കാണപ്പെടുന്ന എവിടെയാണ്? തീരപ്രദേശത്താണ്. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ തീരപ്രദേശ ദൈർഘ്യം ഇനി ഡൗട്ട് വരുന്നത് 590 പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. 590. മറ്റേത് 580 പഠിച്ചു വെക്കുക. ഓക്കെ, 580 എന്താണ്? തെക്ക് വടക്ക്. 5-8 കൊല്ലമായിട്ട് അവൻ തെക്ക് വടക്ക് നടക്കുകയാണെന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ കടൽ തീര ദൈർഘ്യവും പിന്നെ അതുപോലെ തന്നെ തെക്ക് വടക്ക് ദൈർഘ്യവും മാറിപ്പോരുത് കേട്ടോ. തെക്ക് വടക്ക് ദൈർഘ്യം. അപ്പോൾ ഇത് ഏകദേശം ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. 3 ഡിസ്കസ് ചെയ്തല്ലോ. മലനാട് പറഞ്ഞു, ഇടനാട് പറഞ്ഞു, തീരപ്രദേശവും നമ്മൾ പറഞ്ഞു. മലനാട്, ഇടനാട്, തീരപ്രദേശം നമ്മൾ പഠിച്ചു അല്ലേ? മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് എത്രക്ക് മുകളിലാണ്? 75 മീറ്ററിന് മുകളിലാണെങ്കിലാണ് മലനാട്. 7.5-നും 75 മീറ്ററിനും ഇടയിലാണ് ഇടനാട്. 7.5 മീറ്ററിൽ താഴെയാണ് തീരപ്രദേശം. ഓക്കെ, അപ്പോൾ അതുവരെയൊക്കെ ക്ലിയർ ആണ്. പിന്നെ 42% എന്താണുള്ളത്? 42 പെട്ടെന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇടനാടാണ് 42%. 48% മലനാട്, 10% തീരപ്രദേശം. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ഇന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്